ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവുകയാണ്. അതും 6 പെൺപിള്ളേരും മാത്രമുള്ളൊരു ട്രിപ്പാണ്. അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മൾ ഓഫീസിലെ സ്റ്റാഫ് എല്ലാവരും കൂടെ ട്രിപ്പ് പോവുകയാണ്. അപ്പം ഒറ്റ മൈൻഡായിരുന്നു. ഒരു ദിവസം ചിന്തിച്ചു, പെട്ടെന്ന് എവിടെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ പോകുന്നു, അങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ബുക്ക് ചെയ്യുന്നു, പേയ്മെൻറ്റ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും അന്നത്തെ ദിവസം തന്നെ കഴിഞ്ഞു. അതിൻ്റെ ഉള്ള ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ നിന്ന് കുറേയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങളെല്ലാവരും ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ നേരെ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിൽ നിന്ന് വൈകിട്ട് നേരെ നമ്മൾ ട്രിപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും മറ്റു വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പം എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമ ഇറങ്ങുന്ന പോലെ ആയിരിക്കും നമ്മുടെ വീഡിയോ ഇറങ്ങാനായിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് വഴിയെ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ ഗൈസ്. ഞങ്ങളങ്ങനെ പോകാൻ പോവാണ്. അപ്പൊ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, എല്ലാം വഴിയെ കാണിച്ചു തരാം. അപ്പൊ അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വണ്ടിയൊക്കെ താഴെ വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇതാ ട്രിപ്പ് പോവാണ്. ഓരോരുത്തരും വരിവരിയായിട്ട് ഇറങ്ങുന്നുണ്ട്. സാന്ദ്ര, ആൺമഴിയ, ശ്രീലക്ഷ്മി, പ്രിയങ്ക ആൻഡ് ശിവ, രഞ്ജിനി. ശിവയാണ് കേട്ടോ നമ്മുടെ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പോഴും. പിന്നെ പുറകെ ഞാനും ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് സ്റ്റെപ്പൊക്കെ ഇറങ്ങി അങ്ങ് പോവുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ പാടിയിട്ട് അതങ്ങ് പോവുകയാണ്. അടിച്ച് പൊളിച്ച് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് അപ്പോൾ തന്നെ പാട്ടിടാൻ തുടങ്ങി. ഞങ്ങൾക്ക് പാട്ടിട്ടാൽ പിന്നെ നമ്മളിന്ന് പിടിച്ചെടുത്തില്ല, അമ്മാതിരി ഇതാണ്. അപ്പം എനർജി പവർ വരട്ടെ എന്നുള്ള രീതിയിൽ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ആഘോഷത്തോടെയായിരുന്നു പോകുന്നത്. ലുലുമാൾ എത്തിയത് പോലും നമ്മൾ അറിഞ്ഞില്ല. ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ തന്നെ ലുലുമാൾ അതായിരിക്കട്ടെ ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു. ഇതാണ് എടപ്പള്ളി ടൗൺ കേട്ടോ. അപ്പം ബ്ലോക്കിനകത്ത് പാട്ടൊക്കെ വെച്ചതുകൊണ്ട് എല്ലാ മനുഷ്യരും ഞങ്ങളെ തന്നെയായിരുന്നു ഗൈസ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിക്കകത്ത് കുറച്ച് നേരം പാട്ട് ചെറുതായിട്ടൊന്ന് ഓഫ് ചെയ്തു. പിന്നെ വർത്തമാനം പറയാനായിട്ട് തുടങ്ങി. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ വീണ്ടും വെച്ച് പിന്നെയും ഇടന്ന് തുള്ളാൻ തുടങ്ങി. പാട്ടും വെള്ളമൊക്കെ കാറിനകത്ത് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഗൈസ്. അപ്പം ഈ വഴിയാണ് നമ്മൾ നേരെ പോകുന്നത്. വിശന്നിട്ട് പണ്ടാരം അടങ്ങിയിരിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ പോലും ഉണ്ടായിരുന്നില്ല. അതാണ് വലിയൊരു സത്യം. നിങ്ങളിത് മനസ്സിലാക്കണം. നമ്മൾ എറണാകുളത്ത് നിന്ന് വേറൊരു ജില്ലയിലേക്ക് കടക്കുകയാണ്. അപ്പം എന്നിട്ടും നമുക്ക് പറ്റിയൊരു ഹോട്ടൽ നമുക്ക് ഞങ്ങളുടെ കണ്ണിൽ പെടാത്തതുകൊണ്ടാണോ അത് അവിടെ ഇല്ലാത്തതുകൊണ്ടാണോ ചെപ്പൻ്റെ വിളി അങ്ങനെ അറ്റമായതുകൊണ്ടും സമയം അതിക്രമിച്ചതുകൊണ്ടും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു മന്തിക്കട കണ്ടു. രണ്ടും കൽപ്പിച്ച് വണ്ടി അവിടെ നിർത്തി ഞങ്ങൾ നൈസായിട്ട് നടന്ന് പോയിട്ട് കഴിക്കാനായിട്ട് പോകാൻ അവിടെ ഉണ്ടോ എന്നൊന്ന് വഴിയെ കാണാം. അങ്ങനെ അവസാനം ഒരു മന്തിക്കടയിൽ കയറി. മന്തി മനസ്സിൽ നല്ല കടയുണ്ടായിരുന്നു. ഇപ്പുറത്ത് വേറൊരു മന്തിക്കട ഉണ്ടായത്. ഷൂട്ടൊക്കെ തിരക്കായിരുന്നുകൊണ്ട് നമ്മൾ രണ്ടിടത്തും തിരക്കായിരുന്നു. എങ്കിലും ഞങ്ങൾ അവസാനം ആയത് മതി എന്നുള്ള രീതിയിൽ അവിടെ അങ്ങ് കയറി ഇരുന്നിട്ട് ഓർഡർ ചെയ്യാൻ പോകും. മനസ്സിൽ കയറി ഇരുന്നിട്ട് ഇത് ഓർഡർ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ആൻമരി അവിടെ നിന്നുണ്ട്, എന്തോ കോപ്രായത്തരം കാണിക്കുന്നുണ്ട്. പ്രിയങ്ക കയറുന്നുണ്ട്. എല്ലാവരും ഹായ് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഇവിടെ ഇങ്ങനെ നിരന്ന് വിശന്നിട്ട് പണ്ടാണ്ടിരിക്കുകയാണെങ്കിലും ആറ്റിറ്റ്യൂഡ് വിട്ടൊരു കളിയില്ല ഗൈസ്. എത്ര നേരം എടുത്തെന്നറിയോ ഒരു മന്തി വരാനായിട്ട്. അങ്ങനെ പ്ലേറ്റ് കൊണ്ടുവച്ചു. പ്ലേറ്റിലെ സലാഡ് ഫസ്റ്റ് ട്രിപ്പ് കൊണ്ടുവച്ചു. അവസാനം എങ്ങനെയൊക്കെയോ മന്തി വന്നു. മന്തി വന്നപ്പോഴത്തേനും എന്തായി, എല്ലാം വിശപ്പെല്ലാം കിട്ടപ്പോഴത്തേനും മന്തിയായിട്ട് ചേട്ടൻ വന്നു. പക്ഷേ കഴിക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ, പൈസ കൊടുക്കുന്നില്ല. ഉണ്ട് നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ കഴിച്ചു. ഇതാ എക്സ്ക്ലൂസീവായിട്ട് പ്രിയങ്ക മന്തി കഴിച്ചെന്നുണ്ടെങ്കിൽ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പക്ഷേ പുള്ളിക്കാർ ഭയങ്കര ഡയറ്റാണ്, സ്ട്രിക്റ്റ് ഡയറ്റാണ്. ജിമ്മിലൊക്കെ പോയിട്ട് ബോഡി സെറ്റാക്കി വെച്ചിരിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഓക്കെ, ഡയറ്റ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. പ്രിയങ്കയെ പോലെ ഡയറ്റ് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയങ്കയുടെ ഡയറ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ. ഞാനത് പ്രിയങ്കയെ അറിയിച്ചിട്ട് പ്രിയങ്കയുടെ ഡയറ്റ് പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻമഴിയ. ആറ്റിറ്റ്യൂഡ് എന്ത് നോക്കി, എന്ത് ദൈവമേ, ക്യാമറ അങ്ങ് മാറ്റുമ്പോൾ കളിച്ച് വാരിയൊക്കെ നിന്നെയാണ്. പിന്നെ ഫുള്ളി കംപ്ലീറ്റ് ആക്കി ഒരുവിധം കുത്തി ഇറക്കി കയറ്റി അങ്ങ് വെച്ചു. ഇതാ എവിടെ തോറ്റാലും ശ്രീലക്ഷ്മി മന്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ, ഞാനിത് കഴിച്ചിട്ടേ വരുന്നുള്ളൂ എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇരുന്നത്. അതാ അപ്പോൾ ആ പ്ലേറ്റ് മുഴുവൻ ശ്രീലക്ഷ്മി കഴിച്ചതാണോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ശ്രീലക്ഷ്മി അത്ര ഒന്നും കഴിച്ചിട്ടില്ല. ശ്രീലക്ഷ്മിയുടെ ഒരു പ്ലേറ്റൊക്കെയാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് വയറ് വീർത്ത് പണ്ടാരം അടങ്ങി ഇപ്പോൾ കുഴിക്കത്തും ചടിയാൻ. മന്തി കഴിച്ചിട്ട് നമ്മൾ അടുത്തതായിട്ട് മെയിൻ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഇതാണ് പോളാറീസ് റിവർ സൈഡ് പൂൾ റിസോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. ഇതാണ് റിസോർട്ട്. അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അമ്മാതിരി ആംബിയൻസ്, അമ്മാതിരി സെറ്റപ്പുമാണ്. നിങ്ങൾ ഈ സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ റിസോർട്ട് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഞാൻ വേറെ റിസോർട്ടിൽ അങ്ങനെ നിന്ന് പരിചയമൊന്നും എനിക്കില്ല. പക്ഷേ കിടക്കാച്ചി റൂം, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ഉണ്ടായിരുന്നു. അതിനോട് ചേർന്ന് ഇവർക്ക് ബാൽക്കണി, ബാത്റൂം, പിന്നെ ജനാല തുറന്ന റിവർ സൈഡ് കാണാം. പക്ഷേ നമ്മൾ രാത്രിയിലാണ് ചെന്നതുകൊണ്ട് നമുക്ക് റിവർ സൈഡ് കാണാൻ പറ്റിയില്ല കേട്ടോ.
അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൂളിൽ ചാടാൻ പോവാണ് ഗായ്സ്. നമ്മൾ പൂളിലേക്ക് പോവാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഒരു പൂളിലേക്ക് ചാടാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം മെയിൻ ഉദ്ദേശം അതായിരുന്നു, റിസോർട്ടിൽ പൂളുണ്ടെന്ന് ഓർത്തോട്ട് തന്നെയാണ് ഞങ്ങളിത് എടുത്തത്. അങ്ങനെ പൂളിൽ ചാടാനായിട്ട് എല്ലാം കൂടെ പോവുകയാണ്. എന്താവോ എന്തോ, ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം കേട്ടോ. നമുക്ക് പൂളിലേക്ക് പോവാം. അപ്പം ഈ പൂളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ചാടിത്തുള്ളി ഇറങ്ങി അങ്ങ് പോവുകയാണ്. പ്രൈവറ്റ് പൂളല്ല, പബ്ലിക് പൂളാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു മനുഷ്യനില്ലായിരുന്നു. എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയമായിരുന്നല്ലോ. 11-12 എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉറക്കമുള്ള സമയമായിരുന്നു. അപ്പം ഞങ്ങൾ ആ സമയത്താണ് കുളിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു ഡെഡിക്കേഷൻ. അങ്ങനെ പൂളിലേക്ക് ചെന്നു. പൂളിൽ കണ്ടില്ലേ, വാവ് ആയിട്ടുണ്ടായിരുന്നു. ആൻമരിയാണ് ഫസ്റ്റ് ഇറങ്ങാനായിട്ട് പോകുന്നത്. വിത്ത് ലേസർ ലൈറ്റും സെറ്റപ്പുകളൊക്കെയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു. ആൻമരിയ വലത് കാലി വെച്ച് ഇറങ്ങി. പിന്നെ ആ പൂളിൽ നടന്നത് വളരെ വിചിത്രകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഗൈസ്. എന്തൊക്കെയാണ് അവിടെ നടന്നത് ഒരു പിടുത്തവും ഇല്ല. ഞങ്ങൾ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു. എന്നാണ് എല്ലാത്തിനും കിളിപോയി കിടക്കുന്നൊരവസ്ഥയായിരുന്നു ഗൈസ്. അമ്മാതിരിയായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. പൂളിൽ ചാടി കുളിച്ചതിന് ശേഷം റൂമിൽ വന്ന് വീണ്ടും കുളിച്ചു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി കിടന്ന് ഉറങ്ങണം. കാരണം നാളെ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ആ സ്ഥലം ഏതാണെന്ന് അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെ വന്നിട്ടുള്ളതെന്ന്. സോ നേരിട്ട് കാണുമ്പോഴത്തേന് അമ്മാതിരിയാണ് ഗൈസ്. നല്ല വ്യൂ ആണ്. കാരണം നമ്മുടെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അടിപൊളിയാണ്. എന്താ പറയുക, റിവർ സൈഡ്. നമ്മളിത് ചോദിച്ച് തന്നെ മേടിച്ചാണ് ഈ റൂം. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു. അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. അപ്പം മസ്റ്റായിട്ടും നിങ്ങൾ വരുന്ന സമയത്ത് ഈ റിസോർട്ടിലൊന്ന് വിസിറ്റ് ചെയ്യുക. ഇനി ഞാൻ എവിടെയാണ് വന്നിരിക്കുക എന്നുള്ളത് കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമാകും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ എവിടെയാണ് വന്നിരിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. നോക്കി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടല്ലേ, ഞാൻ വേറെ എവിടെയെങ്ങാണ്ട് നിൽക്കുന്ന ഒരു അനുഭൂതിയായിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ഒരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ ആ വെള്ളം ഒഴുകുന്നതിൻ്റെ സൗണ്ടും ഒക്കെ സൂപ്പറാണ് കേട്ടോ. വ്യൂ നോക്കിക്കൊണ്ടിരുന്ന വയലേക്കൊന്നും പോയില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ നേരെ ഫുഡ് കഴിക്കാനുള്ള ടൈമായതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് 8:30 തൊട്ട് 9 മണി വരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം പ്രിയങ്ക ജ്യൂസൊക്കെ, വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു. വാട്ടർമെലൺ ജ്യൂസൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. ഇവിടെ ബൊഫേ സിസ്റ്റമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുത്ത് കഴിക്കാം. ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് എവിടെ വേണേലും ഇരുന്ന് പോയി ഫുഡ് കഴിക്കാം. നല്ല നീറ്റ് ആൻഡ് നല്ലൊരു പ്ലേസാണ്. ഞാൻ പുട്ടും കടലയും അതുപോലെ തന്നെ വാട്ടർമെലൺ ജ്യൂസുമാണ് കുടിച്ചത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ കഴിച്ച് ചെറുതായിട്ട് അവിടെ നിന്നൊക്കെ മറ്റൊന്നും കടിച്ചു മുറുക്കുകയൊക്കെ ചെയ്തു. സ്വാഭാവികമാണല്ലോ. ഓക്കെ. ഹേ ഗായ്സ്, ഞങ്ങൾ റൂമിൽ വെക്കേറ്റ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പം എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും പുറകെ പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും ഇരുന്നോണ്ട് ചിരിക്കുന്നുണ്ട്. പോവാണ് കേട്ടോ. അപ്പോൾ പോളാറൈസ് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യണം. ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വരുന്ന ടൈമിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇവിടെ ഒരു സ്റ്റേ എടുക്കാനായിട്ട് നോക്കും. അടിപൊളി ആംബിയൻസ് ആണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളിത് ആ വണ്ടിയിലേക്ക് കയറി ഇരുന്ന് ചാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിതാ നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇന്നത്തെ കൊണ്ട് നമ്മുടെ ട്രിപ്പ് ഇവിടെ തീരുകയാണ്. കാരണം നമ്മൾ ഒരു ഡേ എന്നുള്ള രീതിയിൽ, അതായത് ഒരു നൈറ്റ് പ്ലസ് ഒരു ഫുൾ ഡേ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഇതാ ഓൾമോസ്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ചെറുതായിട്ട് ഇറങ്ങി നാരങ്ങ കുടിക്കുകയൊക്കെ ചെയ്ത് ഞാൻ പ്രത്യേകിച്ച് അതായിട്ട് ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്കുള്ള കുറച്ച് കടിൻ്റെ കുറച്ച് പരിസരങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിലെ കൂടെ കാട്ടാന പോകുന്നത് സഞ്ചരിക്കുന്ന വഴികളാണ്. അതിൻ്റെ കുറച്ച് ബോർഡുകളും കാര്യങ്ങളും ഒക്കെ സൈഡിലെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം അവർക്കും നാട്ടിൽ കൂടെ ഒക്കെ നടക്കണമല്ലോ. നമ്മൾ മാത്രം നടന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ പോകുന്ന വഴിക്ക് സിൽവർ സ്റ്റാമ്പ് ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം അറിയാവുന്നവർ എന്താണെന്ന് കമൻറ്റ് ചെയ്തു ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത്. ഏതായാലും ഞാൻ ഇപ്പോൾ പറഞ്ഞു തരും. അപ്പം ഏകദേശം ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഒക്കെ കിട്ടിക്കാണ്. അവസാനം ഞാനിത് ടിക്കറ്റ് കൗണ്ടറിലേക്ക് വന്ന് നമ്മൾ 7 പേരുണ്ടായിരുന്നു. നമ്മൾ ഡൈബർ കുട്ടനും കൂടെ കൂട്ടി 7 പേരുണ്ടായിരുന്നു. നമ്മളെല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്തു. 420 രൂപയായി ടിക്കറ്റിന് കേട്ടോ. ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പം ഇതാ നടന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. ഇനി കുറച്ച് നിമിഷങ്ങളും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് മാത്രം സർപ്രൈസ് വെക്കേണ്ട ആവശ്യമൊന്നും ഇതിനില്ല കേട്ടോ. ആക്ച്വലി ഇങ്ങനെ പാട്ടൊക്കെ പാടി പോകുന്ന സമയത്ത് വഴി സൈഡിൽ നിന്നുകൊണ്ട് ഒരാൾ ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇവൻ്റെ 2 വീഡിയോസ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവൻ്റെ വീഡിയോ എടുത്തപ്പോൾ തന്നെ അവൻ അങ്ങ് അമ്മാതിരി പോസം ഇടാൻ തുടങ്ങി. പക്ഷേ കൊള്ളാം, ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നടത്തം ആരംഭിച്ചത്. എവിടെ ചെന്ന് തീരുമെന്ന് അറിയത്തില്ല. നടന്ന് ചെരുപ്പ് തെയ്യുന്നല്ലോ. അത് ഇതിനൊരു അന്ത്യമില്ലേ ദൈവമേ എന്നുള്ള രീതിയിലായിരുന്നു. മടുത്തു, വേർത്ത് കുളിച്ചു. നല്ലോട്ടൊക്കത്തെ വെയിൽ വരുന്നു. ഇട്ട സൺസ്ക്രീമൊക്കെ ഉരുകി പോയെന്നാണ് തോന്നുന്നത്. അയ്യോ.
അങ്ങനെ ഇതാ നടന്ന് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നടന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അത്യാവശ്യം കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ വന്നവർക്ക് ഇപ്പം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും കണ്ടിട്ട് മനസ്സിലാകാത്തുള്ളവർക്ക് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും വ്യക്തമാവും. കാരണം നമ്മൾ ഓൾറെഡി ആ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു ഗൈസ്. അതാണിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ എവിടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പം അതിനൊരു കൺഫർമേഷൻ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാക്കും. ഓക്കെ. അപ്പം പക്ഷെ ഞങ്ങളിപ്പോൾ വന്ന സമയത്ത് വലിയ വെള്ളച്ചാട്ടമായിട്ടില്ല, പക്ഷെ വെള്ളം ഉണ്ട്. ഇപ്പം മനസ്സിലായല്ലോ എവിടെയാണെന്ന്. യെസ്, അതിരപ്പള്ളിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി എന്തിനാണ് ഗൈസ് ഇത്രയും വലിയ സർപ്രൈസ് ഇട്ടതെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. വേറൊന്നുമില്ല, ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പം ആ ഒരു രീതിക്കാണ്. കാരണം നമ്മൾ ഗേൾസൊക്കെ അതായത് ഗേൾസ് ട്രിപ്പ് ഫസ്റ്റ് ടൈമാണ്. അപ്പം അതിൻ്റേതുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊരു സർപ്രൈസും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ട്രിപ്പ് ഇത് കഴിഞ്ഞപ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം ഇതോടുകൂടി നമ്മുടെ ട്രിപ്പ് അവസാനിക്കുകയാണല്ലോ. അപ്പോൾ പര്യവസാന ഘട്ടങ്ങളിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മേളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോകുന്നത് മേളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതാണ് താഴെ നിന്നുള്ള വ്യൂ. മേളിനേക്കാളിലും കുറച്ചും കൂടെ ഭംഗി താഴെയുള്ള വ്യൂ ആണ്. പിന്നെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നത് കല്ലുമുള്ളം നിറഞ്ഞ വഴിയിൽ കൂടെ. രണ്ട്, ഇത് കുറച്ചും കൂടെ വെള്ളച്ചാട്ടം കുറച്ചും കൂടെ അടുത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതും കുറച്ചും കൂടെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടും ഈ താഴത്തെ വാട്ടർഫാൾസ് ആണ് കുറച്ചും കൂടെ ബെറ്റർ. നല്ലൊരു വ്യൂ കിട്ടുന്നത് ഇവിടെ ആണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇത്ര കഷ്ടപ്പെട്ടിട്ടാണോ നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഓരോ ഫോട്ടോസൊക്കെ എടുത്തു. അവസാനം ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഈ ഒരു ട്രിപ്പ് അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. നമുക്ക് നല്ല രീതിക്കുള്ള വിഷമമുണ്ട്, പക്ഷേ എന്താ ചെയ്യാനാ, പോകാതിരിക്കാൻ നമുക്ക് നിവർത്തിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ കാറിലൊക്കെ കയറി ഇരുന്ന് പോകുന്ന നല്ല രീതിക്ക് വിശപ്പുണ്ട്, അതുപോലെ തന്നെ വിഷമമുണ്ട്. കാരണം ട്രിപ്പ് തീർന്നല്ലോ, അതിൻ്റെ വിഷമമുണ്ട്. അതുകൊണ്ട് വന്ന എനർജി പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. അങ്ങനെ എല്ലാവരും എന്തൊക്കെയോ തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ എവിടെ കയറണമെന്ന് ഇങ്ങനെ നോക്കി 3 മണിയായപ്പോഴത്തേനും ചാലക്കുടിയിലെത്തി. ചാലക്കുടിയിൽ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയാണ് ഫുഡ് കഴിച്ചത്. ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണിയാണ് എല്ലാവരും കഴിച്ചത്. ലൈമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതോടുകൂടി ഈ ഒരു ഫുഡടിയോടുകൂടി നമ്മുടെ ട്രിപ്പ് അങ്ങനെ അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും റൂമിലും വീട്ടിലേക്ക് എത്തി സേഫ് ആൻഡ് സെറ്റായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. ഞങ്ങളിത് പ്രീ പ്ലാൻ ചെയ്ത് പോയ ട്രിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. എല്ലാം പെട്ടെന്ന് ഒരു ട്രിപ്പ് പോയാലെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്നു, റിസോർട്ട് ബുക്ക് ചെയ്യുന്നു, വണ്ടി ബുക്ക് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. അങ്ങനെ മാക്സിമം നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് ഫസ്റ്റ് ടൈമാണ് ഗേൾസിൻ്റെ കൂടെ ഞാൻ ട്രിപ്പ് പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള ടെൻഷൻസ് എനിക്കുണ്ടായിരുന്നു. കാരണം അലമ്പ് മഴക്കം ഉണ്ടാവും എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. വടിച്ചു പൊളിച്ച് ഞങ്ങൾ ആഘോഷിച്ചു. മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഒറ്റ കാര്യം മാത്രമേ, ഇതുപോലത്തെ ട്രിപ്പ് വരുമ്പോൾ മാക്സിമം നിങ്ങൾ പോകാനായിട്ട് ട്രൈ ചെയ്യുക. ബിക്കോസ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് തിരക്കിട്ട ലൈഫിൽ നിന്ന് റിലാക്സേഷനും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും, പോകുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഓഫീസ് മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവർ തമ്മിലുള്ള ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാനായിട്ടൊക്കെ സാധിക്കും, അടിച്ചു പൊളിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ട്രിപ്പ് പോയാൽ. അപ്പോൾ ഒന്ന് മാക്സിമം നിങ്ങളൊന്ന് ട്രിപ്പ് പോകാനൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. മാക്സിമം അത് ട്രിപ്പൊക്കെ കിട്ടുമ്പോൾ പോകാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വഴിയേക്കാം.